ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ വ്ലോഗ്. അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് നമ്മുടെ പുതിയ ജൂപ്പിറ്റർ 125 കുഞ്ഞൊരു റൈഡ് റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഈ വണ്ടി അത്യാവശ്യം ഞാനൊക്കെ ഓടിച്ചു നോക്കി. ഇത് ബിഫോർ സർവീസിനാണ് നമ്മൾ ഈ വണ്ടി വീഡിയോ ചെയ്യുന്നത്. ആൻഡ് നമുക്ക് ഈ വണ്ടിയിൽ എനിക്ക് ഇതുവരെ ഓടിച്ചിട്ട് തോന്നിയ കുറച്ച് അധികം കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോണത്. ആൻഡ് ഇത് ജസ്റ്റ് ഒരു വീഡിയോ ആണ്, ജസ്റ്റ് റഫായിട്ട് കുറേ പേര് ചോദിക്കേണ്ടായിരുന്നു വണ്ടി എടുത്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ അതിനുള്ളൊരു റിയാക്ഷൻ വീഡിയോ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് എനിക്കൊന്ന് പറയാനുള്ളത് ഞാൻ പറയുകയാണ്. ആൻഡ് നല്ല കോസ്റ്റ്യൂമാണ്, നല്ല മഴ വരുന്നുണ്ട്. ഞാൻ ഒരു 1.5 മണിക്കൂറേ ഈ വണ്ടിയുടെ വീഡിയോ എടുക്കാൻ വേണ്ടി കറങ്ങി നടക്കുന്നത്. വണ്ടി എടുത്തിറങ്ങും, മഴ പെയ്യും, എവിടെയെങ്കിലും കയറി നിൽക്കും, എല്ലാം എടുത്തു വയ്ക്കും, മഴ റീസ്റ്റാർട്ട് ചെയ്യും. നമുക്ക് അന്നേരം വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് 2025 മോഡലാണ്. ഇതൊരു ടൈപ്പ് ബ്ലൂ കളറാണ്. കറക്റ്റ് പേര് ഞാൻ അടിയിൽ കൊടുക്കാം. ആൻഡ് ഇതിൻ്റെ കംപ്ലീറ്റ് സ്പെക്കൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അന്നേരം വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് മിററിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള മിറേഴ്സാണ്. വലിയ ജെർക്കിങ്ങോ വൈബ്രേഷനോ ഒന്നുമില്ല. ഓക്കെ, നമുക്ക് എന്തായാലും പോവാം. ഓക്കെ, നമുക്ക് ഇൻഡിക്കേറ്റർ എടുത്തിട്ട് പതുക്കെ റോഡിൽ എങ്ങനെ ഓടിക്കണം അതുപോലെ തന്നെ ഓടിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ജൂപ്പിറ്റർ 2025 നമ്മുടെ ഫസ്റ്റത്തെ ബൈക്ക് അല്ലെങ്കിൽ സ്കൂട്ടറാണിത്. അപ്പോൾ എന്തുകൊണ്ട് ജൂപ്പിറ്റർ എന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ എനിക്കിതിൽ ഇഷ്ടപ്പെട്ട കുറച്ച് ഫീച്ചേഴ്സൊക്കെയാണ് ഞാൻ അതിൽ പറയാൻ പോണത്. അത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പോൾ ഞാനൊരു ബ്ലോക്കിൽ നിൽക്കണം. കറക്റ്റ് ടൈമിൽ ഇതായി വണ്ടി ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓഫ് ആവണില്ല. ഓക്കെ, ഓക്കെ, ഈ സിഗ്നലൊന്നും എടുത്തു പോട്ടെ. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് സ്കൂട്ടർ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഉണ്ടായിരുന്ന ഒരു ഓൾഡ് മോഡൽ 2012 മോഡൽ ഹോണ്ട ആക്റ്റീവ ആയിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ജൂപ്പിറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ പോലെ അതൊരു 110cc ഒരു സ്കൂട്ടറാണ്. അപ്പോൾ കൺവേർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് സി സി വൈസെങ്കിലും നമുക്കൊന്ന് ജസ്റ്റ് ഒരു അപ്ഡേഷൻ വരണം. അപ്പോൾ അതുകൊണ്ടാണ് ജൂപ്പിറ്റർ 125 എടുത്തത്. പിന്നെ എനിക്ക് മെയിൻ കൺഫ്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് വേരിയൻറ്റിലാണ് ഈ വണ്ടി ഇറങ്ങിയത്. 110cc അതുപോലെ 125cc. പക്ഷേ 125cc ടു ബി ഫ്രാങ്ക് ഈ ഒരു കളറാണ് എനിക്ക് ഇത്രയും അടിപൊളിയായിട്ട് തോന്നിയത്. ഓറഞ്ച് ഉണ്ട്, വൈറ്റ് ഉണ്ട്, പിന്നെ ഒരു മാറ്റ് ഗ്രേ ഉണ്ട്. അപ്പോൾ ഞാൻ ഫുൾ കളർ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഞാൻ അവിടെ കൊടുക്കാം. പക്ഷേ 110cc പോവുകയാണെങ്കിൽ ഭയങ്കര രസമായിട്ടുള്ള നല്ല അട്രാക്റ്റീവ് കളേഴ്സൊക്കെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു. 110 എടുക്കണം 125 എടുക്കണം എന്നുള്ളത്. പിന്നെ ലാസ്റ്റ് അപ്ഡേഷൻ്റെ രീതിയിൽ വന്നപ്പോൾ 125 ഞങ്ങൾ കൺവേർട്ട് ചെയ്തു. അപ്പോൾ കളറായിരുന്നു എൻ്റെ ഏറ്റവും കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു കാര്യം. നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ കളർ ഏത് ചൂസ് ചെയ്യണം. ഒരു 5-8 കളർ എന്നിട്ട് അതിൽ നിന്ന് പറഞ്ഞാൽ ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ ചൂസ് ചെയ്യും? ഭയങ്കര ബുദ്ധിമുട്ടാണ്. KSRTC ചേട്ടൻ പോട്ടെ ഓക്കെ, എറണാകുളം വണ്ടി ഇതാവും. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കളർ ചൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ ബ്ലൂ എടുത്തു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാണാൻ മെനിയുള്ളൊരു കളറാണെന്ന് എനിക്ക് തോന്നി. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഇതിൻ്റെ എൻജിൻ പരമായിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൽ വന്നേക്കുന്നുണ്ട് ഒരു 125cc 124.8cc. അപ്പോൾ വിച്ച് പ്രൊഡ്യൂസസ് അറൗണ്ട് 8 bhp ഇൻ 6500 rpm. അതുപോലെ തന്നെ 10.5 Nm ടോർക്ക് ഇൻ 4500 rpm. ഞാൻ ഈ സ്പെക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു പക്കാ സ്പെക്ക് അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരാണെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ സ്കൂട്ടർ എടുക്കുന്നത് നമ്മുടെ ഡെയിലി യൂസിന് വേണ്ടിയിട്ടാണ്. പിന്നെ എന്തുകൊണ്ട് ജൂപ്പിറ്റർ എന്ന് പറയുകയാണെങ്കിൽ ഈ 125cc സെഗ്മെൻറ്റിൽ പല സ്കൂട്ടറുകളും പല 25cc സ്കൂട്ടറുകളുണ്ടെങ്കിൽ പോലും അത് ബാക്കിയുള്ളതൊക്കെ ഭയങ്കര സ്ലീക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഫോർ എക്സാമ്പിൾ ആക്സിസ് ആയാലും ആക്സിസ് ഭയങ്കര സ്ലീക്കാണ്. പിന്നെ എനിക്ക് അതിൻ്റെ ലുക്സ് എനിക്കത്ര ഇഷ്ടമായില്ല. പിന്നെ ആക്റ്റീവയിലേക്ക് എന്തായാലും ഒരു അപ്ഡേഷൻ എനിക്ക് വരാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. കുറേ കൊല്ലം ആക്റ്റീവ് ഓടിച്ചപ്പോൾ ജസ്റ്റ് കമ്പനി കൂടി ചേഞ്ച് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ജൂപ്പിറ്ററിലേക്ക് എത്തിയത്. പിന്നെ ജൂപ്പിറ്ററിൻ്റെ ഓൾഡ് വേർഷൻ ഒരു ലിമിറ്റഡ് എഡിഷൻ വേർഷൻ ഉണ്ടായിരുന്നു. ഒരു ടൈപ്പ് ഓഫ് കളറാണ്. ആ കളർ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഉണ്ട്. അപ്പോൾ അത് ഓടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഓടിക്കുമ്പോൾ അത്യാവശ്യം ഇത്തിരി പവർഫുൾ ആണെന്നുള്ളത് തോന്നുന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. ഈവൻ ദോ അതിനിപ്പോഴും 60 km/ലിറ്റർ മൈലേജ് കിട്ടണമെന്ന് പറഞ്ഞു. എന്നാൽ പവറും ഉണ്ട്, മൈലേജും ഉണ്ട്. പിന്നെ ഞങ്ങൾ നോക്കിയത് സ്റ്റോറേജ് കപ്പാസിറ്റിയാണ്. സ്റ്റോറേജ് കപ്പാസിറ്റി ഇതൊരു ഡേ ടു ഡേ സ്കൂട്ടർ ആകുമ്പോൾ നമുക്ക് സ്റ്റോറേജ് കപ്പാസിറ്റി ഭയങ്കര ആവശ്യമാണ്. ഇപ്പോൾ ഇതിൽ അറൗണ്ട് 33 liters ഓഫ് ബൂട്ട് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ 2 ഹുക്ക് ഫ്രണ്ടിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സൈഡിലൊരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഗ്ലൗ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അത് നോക്കുമ്പോൾ ഗുഡ്, കുഴപ്പമില്ലാന്ന് തോന്നി. പിന്നെ ഫീച്ചേഴ്സാണ് ഞാൻ നോക്കിയത്. ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പും ടി വി എസിൻ്റെ വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെ
ടി വി എസ് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും വലിയ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രോണിക് വൈസ് ആയാലും ലുക്സ് വൈസ് ആയാലും നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ RR3 എടുത്ത് നോക്കിയാലും RTR എടുത്ത് നോക്കിയാലും അപ്പാച്ചി എടുത്ത് നോക്കിയാലും വേണ്ട എൻഡോർക്ക് എടുത്ത് നോക്കിയാലും സ്കൂട്ടർ സെക്ഷനിൽ എൻഡോർക്ക് എടുത്ത് നോക്കിയാലും നല്ല മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് ഈ രണ്ട് സ്കൂട്ടറുകളും. ഇലക്ട്രോണിക് വൈസ് ആയാലും ബാക്കിയുള്ള വൈസ് ആയാലും സ്കൂട്ടറിലെ മോഡ് ടി വി എസിൻ്റെ സൗണ്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ ദൈവം ഇതേതൊരു സൂപ്പർ ബൈക്ക് വരുന്നത്, സൂപ്പർ ബൈക്കല്ല നല്ലൊരു സൗണ്ടുള്ള ബൈക്ക് വരുന്നത് ഫീൽ വരും. റോണിൻ അതിനൊരു എക്സാമ്പിളാണ്, അതുപോലെ തന്നെ റൈഡർ ഒരു എക്സാമ്പിളാണ്. അപ്പം അങ്ങനത്തെ ഒരു ഫീൽ വരും. ഇപ്പോൾ ഞാൻ പോകുന്നത് 40 km/h വേറെ ഒന്നും കൊണ്ടല്ല, ഇത് ബിഫോർ സർവീസ് വീഡിയോ ആണ്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു 60 അണ്ടർ ഓടിക്കാൻ എപ്പോഴും നോക്കാം. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് കൂടിയിട്ടാണ് ഞാൻ ഈ വണ്ടി നോക്കിയിട്ടുള്ളത്. പിന്നെ ടി വി എസ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ബ്രാൻഡാണ്. പിന്നെ നമ്മുടെ അമിതാഭ് ബച്ചൻ പറഞ്ഞേക്കുന്നുണ്ട് ഇന്ത്യാസ് ബെസ്റ്റ് സ്കൂട്ടർ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വണ്ടി എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് അത് ആഡ് കൊടുത്തേക്കാം. ആഡ് ഞാൻ അത് കാണുമെന്നും കൂടി എനിക്കറിയില്ല. മോസ്റ്റ് സെല്ലിങ് സ്കൂട്ടർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും ഉണ്ട്, കാണാനും കുഴപ്പമില്ല. പിന്നെ സ്പെക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ഫുള്ളി LED ഹെഡ് ലാമ്പാണ് എന്നുള്ള. പിന്നെ മീറ്റർ കേസും കുഴപ്പമില്ല. ലുക്സിലാണെങ്കിൽ വലിയ രീതിയിൽ എന്താ ചേട്ടാ കാണിക്കണേ. പിന്നെ കുറേ നേരം ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഞാൻ ഒരു 11 മണിയായപ്പോൾ ഇറങ്ങിയത് ഈ വണ്ടിയും കൊണ്ടിട്ട്. എത്ര നേരം എന്നറിയോ, മഴ കാരണം ഞാൻ പെട്ട് നിൽക്കണ്ടായിരുന്നേ. ഓക്കെ, ഇതാണ് ഇവൻ്റെ സ്പെക്ക് എന്ന് പറയുകയാണെങ്കിൽ. ഓക്കെ, പിന്നെ ഓടിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത്യാവശ്യം ഈ ഒരു വണ്ടിയിൽ നമുക്കൊരു 3 പേർക്കൊക്കെ ത്രിബിൾ അടിച്ച് പോകാം. പക്ഷെ അത് കുറ്റകരമായിട്ടുള്ളൊരു കാര്യമാണ് ത്രിബിൾ സ്വിച്ച് പോകല്. അപ്പോൾ ഡബിൾ സ്വിച്ച് പോകലാണ് വിത്ത് 2 പേർക്ക് ഹെൽമെറ്റ് വയ്ക്കാനുള്ളൊരു കപ്പാസിറ്റിയും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു ടെക്നോളജി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഓഫായി കണ്ട. ടെക്നോളജി ഓഫ് ചെയ്തു. ഫ്യൂലിംഗ് എഫിഷ്യൻസി കൂട്ടാനുള്ളത്. ഇപ്പോൾ ഡെഡ് ട്രാഫിക്കിലൊക്കെ അത്യാവശ്യം നമുക്ക് ഇത് കിട്ടിക്കോളും. ഇനി ജസ്റ്റ് ഇത് ഓൺ ആക്കണമെങ്കിൽ ജസ്റ്റ് ആക്സിലേറ്റർ ഒന്ന് സ്ക്രോൾ ചെയ്താൽ മതി. ഓക്കെ, കണ്ട സ്ക്രോൾ ചെയ്തു കിട്ടി. ഈ സിഗ്നലിൻ്റെ മാത്രം പ്രശ്നം അത്. നമുക്ക് നേരെ പോകാനുള്ളത് കിട്ടിയാലും ഇവിടേക്കുള്ളൊരു ഇത് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് വളരെ കുഞ്ഞൊരു വീഡിയോ ആണ്, 2 വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്തുകൊണ്ട് ഈ വണ്ടി എന്നുള്ളതും കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയുടെ പറയണത്. ഞാൻ ഫുള്ള് പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കണു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ വണ്ടിയിൽ എത്തിപ്പറ്റിയിട്ടുള്ളതും. പിന്നെ നമുക്ക് TVS ബ്രാൻഡ് നമ്മുടെ പൂങ്കുന്നത്തു ഞാൻ ഈ വണ്ടി കളക്ട് ചെയ്തേക്കുന്നത്. ഞാനിപ്പോൾ ഈ വണ്ടി ഓടിക്കുന്നത് പൂങ്കുന്നത്താണ്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് കിട്ടിയ സപ്പോർട്ടൊക്കെ അത്യാവശ്യം നല്ലൊരു സപ്പോർട്ട് തന്നെയായിരുന്നു. കുഴപ്പമില്ലാത്തൊരു സപ്പോർട്ട് തന്നെയാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളതും. അപ്പോൾ അതോടും കൂടിയിട്ടാണ് ഞാൻ ഈ വണ്ടി ചൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഓൾറൗണ്ട് ലുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ വണ്ടി ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുകയാണ് ചെയ്യുന്നത്. സാധാരണ ബസർ മാത്രമേ ഉള്ളൂ, പക്ഷേ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. അത് ഭയങ്കര ഒരു ഗുഡ് കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ വണ്ടി ഓഫാക്കിയാൽ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഹെഡ് ലാമ്പ് ഓഫ് ആവുള്ളൂ. ഞാൻ അതെന്ത് കംപ്ലൈൻ്റ് ആണെന്ന് വിചാരിച്ചു, പക്ഷെ അതങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 2025 പുതിയ സ്കൂട്ടർ എന്ന് പറയുന്നത്. ഓഫായി. അപ്പോൾ ഏതൊരു ഭാഗം എടുത്ത് നോക്കിയാലും ഓൾ ഇൻ ബെസ്റ്റ് എന്ന് പറഞ്ഞ രീതിയിലാണ് വണ്ടി ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു റഫായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ ജസ്റ്റ് ഓടിക്കാനുള്ള കാര്യം മാത്രമേ പറയുള്ളൂ, എന്തുകൊണ്ട് ഈ വണ്ടി എന്നുള്ളതും. പിന്നെ ഓടിച്ചു നോക്കുമ്പോഴും അത്യാവശ്യം നല്ല സ്മൂത്താണ്. പിന്നെ എഞ്ചിൻ്റെ കാര്യം ഞാൻ കൂടുതൽ ഡീപ്പായിട്ട് പറയാത്ത വേറൊന്നുമല്ല, ഇത് സർവീസിന് മുമ്പുള്ളൊരു വീഡിയോ ആണ്. സർവീസ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. ബിക്കോസ് നമുക്ക് എങ്ങനെയാണ് സർവീസ് എന്ന് പറയുകയാണെങ്കിൽ അറൗണ്ട് ഒരു 750 കിലോമീറ്റേഴ്സ് പ്ലസ് 45 ഡേയ്സാണ് നമ്മുടെ ഇത് പറഞ്ഞേക്കുന്നത് ഡേറ്റ്, അല്ലെങ്കിൽ ഡേറ്റ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അത് കഴിയുന്ന വരെ നമുക്ക് ജസ്റ്റ് ഇതുപോലെ 40-50 കിലോമീറ്റർ വെച്ച് സ്പീഡിൽ ഇങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലാണ്ട് മൈലേജ് കിട്ടും. ഇപ്പോൾ എനിക്ക് കറക്റ്റ് കിട്ടുന്നത് 46 കിലോമീറ്റർ സംതിങ് ആണ് കിട്ടുന്നത്. ആഫ്റ്റർ സർവീസ് മൈലേജ് റേസ് ആവാൻ ചാൻസ് ഉണ്ടെന്നാണ് ഞാൻ കുറച്ച് ആൾക്കാരോടൊക്കെ ചോദിച്ചത്. എനിക്കും ഭയങ്കര പ്രശ്നമായിരുന്നു. വെച്ചാൽ പുതിയൊരു വണ്ടി എടുത്തിട്ട് മൈലേജ് ഭയങ്കര ഷോർട്ട്. അപ്പോൾ ഞാൻ അതെന്താ വല്ല പ്രശ്നമാണെന്ന് വിചാരിച്ചു. പക്ഷെ അത് പ്രശ്നമല്ല എന്ന് എന്നോട് കുറച്ച് പേര് പറഞ്ഞു. കുറച്ച് പേര് പുതിയ വണ്ടിയൊക്കെ എടുത്തവരുണ്ട്. അപ്പോൾ ആഫ്റ്റർ ഫസ്റ്റ് സർവീസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മാറ്റം വരുന്നതാണ് അവരെന്നോട് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ വണ്ടി നിങ്ങൾക്ക് നോക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ പൂങ്കുന്നത്തുള്ള സെഞ്ച്വറി TVSലാണ് ഈ വണ്ടി ഉണ്ടാവും. നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് അടിക്കാം. ഫുൾ സപ്പോർട്ടാണ്. എനിക്ക് നല്ല രീതിയിലുള്ള കസ്റ്റമർ സർവീസാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. കസ്റ്റമർ സർവീസ് മാത്രമേ ഞാൻ പറയുള്ളൂ. സർവീസിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ എന്തായാലും ഈ വീഡിയോ അല്ലെങ്കിൽ ഇതൊരു ഫസ്റ്റ് സർവീസ് കഴിഞ്ഞാൽ എന്തായാലും പറയും എങ്ങനെയുണ്ട് ഇതിൻ്റെ സർവീസും ഓടിച്ചു കഴിഞ്ഞിട്ടുള്ളതും. പിന്നെ ടയറിൻ്റെ ഭാഗത്തും വൈബ്രേഷൻ്റെ ഭാഗത്തും നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് വണ്ടിയുടെ ഭാഗത്തുനിന്ന് ഒരു സൗണ്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല.
വെച്ചാൽ പ്രോപ്പറായിട്ട് എൻ്റെ സൗണ്ടും ബാക്കിയുള്ള വണ്ടികളുടെ സൗണ്ടും മാത്രമാവും നിങ്ങൾക്ക് നന്നായി ഫീൽ ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഇത്രയുള്ളൂ ഈ ഒരു കുഞ്ഞൊരു വീഡിയോ. കുറേ നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഈ ഒരു വീഡിയോ. മഴ ഇതുവരെ പെയ്തിട്ടില്ല. ഞാൻ ഹാപ്പി, വീഡിയോ എടുത്തതിനും ഞാനും ഹാപ്പി, നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളും ഹാപ്പി. അപ്പോൾ ഞാൻ ഈ വണ്ടിയുടെ ലോഞ്ച് എടുത്ത സ്ഥലത്തെ ലൊക്കേഷനും അതുപോലെ തന്നെ അവരുടെ നമ്പറും എക്സിക്യൂട്ടീവിൻ്റെ നമ്പറും ഇവിടെ അടിയിൽ കൊടുക്കാം. പിന്നെ അവിടുത്തെ എക്സിക്യൂട്ടീവ്സിൻ്റെ അടിപൊളിയാണ്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഒരു പെഡ് ഏരിയ തന്നു. ഞാൻ വീഡിയോഗ്രാഫറാന്ന് പറഞ്ഞപ്പോൾ വണ്ടി എനിക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ ചെയ്തു എന്നുള്ള രീതിയിലാണ് എനിക്ക് വണ്ടി തന്നത്. ഇത്രയും നമ്മുടെ ഈ ഒരു കുഞ്ഞൊരു വീഡിയോ. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ബൈക്കായിട്ട് കാണുന്നവരെ അണ്ടിൽ ദെൻ വൈബു സൈനിങ് ഓഫ്. ബൈ ബൈ.